ബിജെപിയുടെ തലമുതിർന്ന നേതാവും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഗുരുവുമായ LK അദ്വാനിക്ക് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി സീറ്റ് നൽകിയിട്ടില്ല. അദ്വാനിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് തിരശ്ശീലയിടുന്ന തീരുമാനമാണ് ഇതെന്നാണ് ഈ നീക്കത്തിനെ വിലയിരുത്തുന്നത്. അദ്വാനിയുടെ സീറ്റിൽ ഇത്തവണ മത്സരിക്കുന്നത് ബിജെപിയുടെ ദേശീയ അധ്യക്ഷനായ അമിത് ഷായാണ്. അദ്വാനിയോട് കാണിച്ച അനാദരവിൽ പാർട്ടിയിലെ ഒരു വിഭാഗം അസംതൃപ്തരാണ്. അദ്വാനി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബിജെപി പ്രഖ്യാപിച്ച ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിൽ അദ്വാനിയുടെ പേരുണ്ടായിരുന്നില്ല. അദ്വാനിയുടെ മണ്ഡലമായ ഗാന്ധിനഗറിൽ ഇത്തവണ മത്സരിക്കുന്നതാകട്ടെ അമിത് ഷായും. തുടർച്ചയായി 6 തവണ LK അദ്വാനി മത്സരിച്ച് ജയിച്ച് പാർലമെന്റിലെത്തിയ മണ്ഡലമാണ് ഗാന്ധിനഗർ. ഇവിടെ നിന്നാണ് അദ്വാനിയെ കറിവേപ്പില പോലെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞത്. സീറ്റില്ല എന്ന വിവരം അദ്വാനിയെ വിളിച്ച് അറിയിക്കാനുള്ള മര്യാദ പോലും പാർട്ടിയുടെ മുതിർന്ന നേതാവിനോട് അമിത് ഷായും കൂട്ടരും കാണിച്ചില്ല എന്ന വിമർശനം ഉയർന്നിരിക്കുകയാണ്. 91കാരനായ അദ്വാനി പാർട്ടിയുടെ ഈ പെരുമാറ്റത്തിൽ മുറിവേറ്റിരിക്കുകയാണ് എന്നാണ് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ബിജെപിക്ക് കണിശമായ വിരമിക്കൽ പ്രായമുണ്ടെന്നും അദ്വാനിയെ കൂടാതെ മറ്റു ചില മുതിർന്ന നേതാക്കളെയും ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ബിജെപി നേതൃത്വം വിശദീകരിക്കുന്നു. ബിജെപി ആദ്യഘട്ട പട്ടിക പുറത്തിറക്കുന്നതിന് മുൻപ് ദേശീയ ജനറൽ സെക്രട്ടറി രാംലാൽ അദ്വാനി അടക്കമുള്ള നേതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് സ്വയം വിരമിക്കൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടാനായിരുന്നു ആ ഫോൺ കോൾ. എന്നാൽ അദ്വാനി വിസമ്മതിച്ചു. പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും പറയണമെന്നാണ് അദ്വാനി മറുപടി നൽകിയത്. എന്നാൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുൻപോ ശേഷമോ അദ്വാനിയെ തേടി ഒരു ഫോൺ കോളും വന്നില്ല. അദ്വാനി അടക്കമുള്ള മുതിർന്ന നേതാക്കളെ പാർട്ടി പാർലമെന്ററി ബോർഡിൽ നിന്ന് നീക്കം ചെയ്യുകയും പിന്നീട് ഒരു ഉപദേശക സമിതി രൂപീകരിച്ച് അതിൽ നിയമിക്കുകയുമാണ് നരേന്ദ്രമോദി ചെയ്തത്. എന്നാൽ പിന്നീട് ഒരു നിർണായക തീരുമാനങ്ങൾക്കും വേണ്ടി പാർട്ടി സമിതിയോട് അഭിപ്രായം തേടിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. തുടർന്ന് പാർട്ടി പരിപാടി വേദികളിൽ നിന്ന് അദ്വാനി ഒഴിവാക്കപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.